നമസ്കാരം, ഞാൻ മരിയ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. വിവാദങ്ങൾക്ക് വിലങ്ങിട്ട് ഹൈക്കമാൻഡ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് കലാപം അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ അന്ത്യശാസനം. ഉടൻ പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം. മാധ്യമങ്ങൾ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി. തർക്കങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് VM സുധീരൻ. പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ UDF-ൽ ഇല്ല. മേഖലാജാഥ നിശ്ചയിച്ച തീയതിയിൽ നടക്കും. മുന്നണിയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുമെന്നും സുധീരൻ. അഴിമതി ആരോപണത്തിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ VD സതീശന് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാർ അഴിമതിയുടെ കരിനിഴലിൽ അല്ല. മാധ്യമങ്ങളിൽ വരുന്ന അത്തരം വാർത്തകൾ തെറ്റാണെന്നും ഉമ്മൻചാണ്ടി. നേതാക്കളുടെ പരസ്യ പ്രസ്താവന ഒഴിവാക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ധാരണ. ജാഥയിൽ അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് ചേരുന്ന UDF യോഗത്തിൽ. നൂൽപാലം കടന്ന് മദനി എത്തി. അബ്ദുൾ നാസർ മദനി കേരളത്തിൽ. ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തിയ മദനി അൻവാർശേരിയിലേക്ക്. ജാമ്യവ്യവസ്ഥയിലെ ഇളവ് 5 ദിവസം. കേരളത്തിലെത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയത് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ. ബംഗളൂരു സ്ഫോടന കേസിൽ അറസ്റ്റിലായ ശേഷം മദനി കേരളത്തിലെത്തുന്നത് 2ാം തവണ. ദൈവത്തോട് നന്ദിയുണ്ടെന്ന് മദനി. കേസ് വേഗത്തിൽ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീതിയുടെ സൂര്യകിരണങ്ങൾ കണ്ടു തുടങ്ങിയെന്നും മദനി. കനത്ത സുരക്ഷയൊരുക്കി കർണാടക പോലീസ്. മദനിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതെന്ന് പോലീസിന് സുപ്രീം കോടതി നിർദ്ദേശം. ബംഗളൂരുവിലേക്ക് മടങ്ങുന്നത് വെള്ളിയാഴ്ച. ഡ്രൈവിംഗ് സീറ്റിൽ ശ്രീധരൻ. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തമില്ല. ധനവകുപ്പിന്റെ പൊതു സ്വകാര്യ പങ്കാളിത്ത നിർദ്ദേശം സർക്കാർ തള്ളി. ശ്രീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു. അന്തിമ തീരുമാനം മന്ത്രിസഭ എടുക്കുമെന്ന് മുഖ്യമന്ത്രി. ശ്രീധരനും മുഖ്യമന്ത്രിയുമായി ഉന്നതതല കൂടിക്കാഴ്ച അവസാനിച്ചു. ശ്രീധരനും DMRCയും ലൈറ്റ് മെട്രോയുമായി സഹകരിക്കുമെന്ന് മുഖ്യമന്ത്രി. സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശം DMRCയെയും ശ്രീധരനെയും പടികടത്താനെന്ന ആക്ഷേപം. പാളിയത് DMRCയെ കൺസൾട്ടന്റായി ഒതുക്കാനുള്ള നീക്കം. കള്ളക്കളിക്ക് ആസൂത്രണ ബോർഡിന്റെ ഒത്താശയും. ശ്രീധരനെ ഒഴിവാക്കാനുള്ള നീക്കം. നിർമ്മാണ കരാർ ഇറ്റാലിയൻ കമ്പനിക്ക് നൽകാനെന്ന് റിപ്പോർട്ട്. കമ്പനി പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് സൂചന. പറഞ്ഞത് ധാരാളം, ഇനി മിണ്ടരുത്. പാർട്ടിക്കെതിരെ പട നയിക്കാൻ ഇറങ്ങിയ VS അച്യുതാനന്ദന് CPM പോളിറ്റ് ബ്യൂറോയുടെ പരസ്യശാസന. VS ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധവും അടിസ്ഥാനരഹിതവും. പ്രസ്താവനകൾ പാർട്ടി താൽപര്യത്തിന് വിരുദ്ധമെന്നും PB. പ്രകാശ് കാരാട്ടും പിണറായിയും അടക്കമുള്ള മുൻ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി VS മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത് ഇന്നലെ. VSന്റെ പ്രസ്താവന അറിഞ്ഞില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആദ്യ വിശദീകരണം. RSPയും JDUവും മുന്നണി വിടാൻ കാരണം മുൻ നേതൃത്വമെന്ന് VSന്റെ ആക്ഷേപം. പാർട്ടി സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്നതിനെ ന്യായീകരിച്ചും VSന്റെ പ്രസ്താവന. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.